സംസ്ഥാന എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എം.ബി. രാജേഷ്, സ്വാഗതം. താങ്കൾ ഒരു ലഹരി വിരുദ്ധ പോരാട്ടം നടത്തുന്ന വ്യക്തി കൂടിയാണ്. നമുക്കറിയാം സർക്കാരിന് പൊതുവായ ക്യാമ്പയിനുണ്ട്. നമുക്കിപ്പോൾ ഒരു വലിയ മിഷനായി ഏറ്റെടുക്കാൻ കേരളത്തിന് പൊതുവിൽ കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് പക്ഷേ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഒരമ്മ തൻ്റെ മകൻ കഞ്ചാവ് മാഫിയയുടെ കാരിയർ ആയിരുന്നു എന്ന കാര്യം തുറന്നു പറയുകയാണ്. ആ മകൻ്റെ പ്രതികരണമാണ്, ഞാൻ അതിൽ വന്ന് പെട്ടുപോയതാണെന്ന് പറയുന്നു. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് പക്ഷേ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മൾ ഈ ക്യാമ്പയിനുകളൊക്കെ ഇങ്ങനെ പോകുമ്പോഴും സ്കൂളുകൾ ഇപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ഈ ലഹരി മാഫിയയുടെ, കഞ്ചാവ് അടക്കമുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാവാം. നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നില്ലേ ആ ഇടങ്ങളിലേക്ക്? ആദ്യമായി ന്യൂസ് 18 ഇങ്ങനെ ഒരു അന്വേഷണാത്മകമായിട്ടുള്ള റിപ്പോർട്ടിലൂടെ ഈ കാര്യം പുറത്തു കൊണ്ടുവന്നതിന് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ ജാഗ്രത എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാധ്യമങ്ങളുടെ, അതുപോലെ സമൂഹത്തിലെ എല്ലാ തുറകളിലും പെട്ടവരുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ഉണ്ടാവണം. എക്സൈസും പോലീസും സർക്കാരും സ്വീകരിക്കുന്ന നടപടികളോടൊപ്പം തന്നെ ഈ ജാഗ്രതയും ഉണ്ടാവണം. അതിനെ സഹായിക്കും, എക്സൈസിന്റെയും പോലീസിന്റെയും ഇടപെടലുകളെ സഹായിക്കുന്നതാണ് ഇപ്പോൾ നടത്തിയതുപോലുള്ള ഇടപെടലുകൾ. ഞാൻ ആ അമ്മയെയും അഭിനന്ദിക്കുകയാണ്. കാരണം അത് തുറന്നു പറയാൻ ഇതുപോലെ രക്ഷിതാക്കൾ മുന്നോട്ട് വരണം. പലപ്പോഴും നമ്മൾ കാണുക അത് മറച്ചു വെക്കാനോ മൂടി വെക്കാനോ ഒക്കെയുള്ള ശ്രമങ്ങളാണ്. പിന്നെ ചോദിച്ചതുപോലെ തീർച്ചയായിട്ടും നമ്മുടെ ശ്രമങ്ങൾ അതീവ ജാഗ്രതയോടെ തുടരണം. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തുടരണമെന്നാണ് ഈ സംഭവം തെളിയിക്കുന്നത്. നമ്മള് മയക്കുമരുന്ന് എന്ന മാരകമായ സാമൂഹിക വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേരുകൾ മുഴുവൻ പിഴുതെറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വസ്തുതയാണ്. നിങ്ങളുടെ തന്നെ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ടും ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റും പോലീസിന്റെ എക്സൈസിന്റെയും പ്രത്യേക ഓപ്പറേഷനുകൾ ആരംഭിച്ചപ്പോൾ ഇവര് രീതി മാറ്റിയിട്ടുണ്ട് എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പൊ വലിയ അളവിലൊക്കെ കൊണ്ടുവരുമ്പോൾ പിടികൂടപ്പെടുന്നു എന്നത് വന്നപ്പോൾ, വ്യാപകമായി പിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരമൊരു മാർഗം അവലംബിച്ചിട്ടുള്ളത് എന്ന് കാണുന്നു. തീർച്ചയായിട്ടും അവർ രീതി മാറ്റുമ്പോൾ എക്സൈസും പോലീസും അവരുടെ രീതിയും മാറ്റും. ഇപ്പൊ വലിയ തോതിൽ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അറസ്റ്റ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വലിയ മാറ്റം ഡി ഹണ്ടിന്റെയും ക്ലീൻ സ്ലേറ്റിന്റെയും ഭാഗമായിട്ട്, രണ്ട് ഓപ്പറേഷനുകളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തനം തുടരും. ഇങ്ങനെ കിട്ടുന്ന എല്ലാ വിവരങ്ങളെയും വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ എടുക്കുന്നത്, ഏജൻസികളും എടുക്കുന്നത്. ആളുകൾക്ക് വിവരം നൽകാനുള്ള വാട്സാപ്പ് നമ്പറും നമ്മളിപ്പോൾ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ ധാരാളം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അത് എൻഫോഴ്സ്മെന്റിനെ അറസ്റ്റിലേക്കും കേസിലേക്കൊക്കെ നയിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ കണ്ടെത്തലും വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ എടുക്കും. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് ഈ കുട്ടികളെ കാരിയർ ആക്കുക എന്നത് ഒരു പുതിയ കാല ചിന്തയാണോ? ഈ ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തേടുക എന്ന ലഹരി മാഫിയയുടെ ഒരു പതിവ് സ്വഭാവമാണോ ഈ കുട്ടികളിലേക്കൊക്കെ ഇത് കൂടുതലായി ഇതിനെ ഒരു സാധ്യതയായി ഉപയോഗിക്കാനുള്ള കാരണം? അങ്ങനെ എക്സൈസിന് എന്തെങ്കിലും റിപ്പോർട്ടുകൾ, കണ്ടെത്തലുകൾ, വിലയിരുത്തലുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ പരിസരങ്ങളിൽ അതുകൊണ്ട് തന്നെ നിരീക്ഷണം കർശനാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ 2-3 നടപടികൾ സ്വീകരിച്ചത് കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, സ്കൂൾ പരിസരങ്ങളിൽ നിരീക്ഷണം കർശനമാക്കി, മത്തിയിലുള്ള നിരീക്ഷണമുണ്ട്. പിന്നെ സംശയിക്കുന്നവരുടെ പട്ടിക നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഡേറ്റാ ബാങ്ക് തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതികളുടെ സംശയിക്കുന്നവരുടെ പട്ടിക വേറെയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ഇപ്പോ ആരംഭിച്ചൊരു കാര്യം, സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുന്നതിന്റെ ഒരാവശ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മാക്കെയർ സ്റ്റോറുകൾ കുടുംബശ്രീയുമായിട്ട് സഹകരിച്ച് സ്കൂളുകളിൽ ആരംഭിച്ചു. കേരളത്തിൽ ഇപ്പോൾ 500ഓളം സ്കൂളുകളിൽ ആരംഭിച്ചു. 1000 എണ്ണമാണ് ഇപ്പോൾ ഉടനടി ലക്ഷ്യമിടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പലപ്പോഴും മറ്റു പല ആവശ്യങ്ങൾക്ക് കുട്ടികൾ പുറത്തിറങ്ങേണ്ടി വരുമ്പോഴൊക്കെയാണല്ലോ ഇത്തരം വലയിലൊക്കെ പോയി പെടുന്നത്. അപ്പൊ അത് കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഒരു വഴി അടയുമ്പോൾ അവർ മറ്റു വഴി തുറക്കുന്നുള്ളത് സംശയമില്ല. കാരണം ഇത് ആഗോളമായിട്ട് തന്നെ നോക്കിയാൽ ആയിരക്കണക്കിന് കോടി ഡോളറിന്റെ ബിസിനസ് ആണല്ലോ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. അപ്പോ പല വഴികൾ തുറക്കാൻ അവർ ശ്രമിക്കും. എല്ലാ വഴികളും അടയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വം. എല്ലാ വഴികളും അടയ്ക്കാൻ സർക്കാരിന്റെയും ഏജൻസികളുടെയും നേതൃത്വത്തിൽ സമൂഹമാകെ ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കണം. മറ്റഭിപ്രായ ഭേദങ്ങളെല്ലാം മാറ്റിവെച്ച്
നമ്മൾ ഒരുമിച്ച് നടത്തേണ്ട യുദ്ധമാണ്, ഒരുമിച്ച് മാത്രം ജയിക്കാൻ കഴിയുന്ന യുദ്ധവുമാണ്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി. അല്പസമയം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിച്ചു. അദ്ദേഹം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യം, UDF അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രകടന പത്രികയിൽ അടക്കം മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി ലഹരി വിരുദ്ധ പോരാട്ടം ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല നിർദ്ദേശമാണെന്ന് തോന്നുന്നു. ഒരു പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും പൊതു അജണ്ടയിൽ ഈ വിഷയം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ പ്രയോറിറ്റിയിൽ ഒരു പടി കൂടി കടന്ന് ലഹരി വിരുദ്ധ പോരാട്ടം ഉൾപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇപ്പോ സർക്കാർ തന്നെ അതിന്റെ പ്രയോറിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് തീർത്തല്ലോ. അതുകൊണ്ടാണല്ലോ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്ന് എല്ലാവരെയും ഏകോപിപ്പിച്ചത്. ഇക്കാര്യത്തിൽ ആരെയും അകറ്റി നിർത്തുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലല്ലോ. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ തന്നെ പ്രയോറിറ്റിയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രയോറിറ്റിയാണ്. ഇത് സ്വാഗതാർഹവുമാണ്. എല്ലാവരുടെയും പ്രയോറിറ്റി ആയിട്ട് ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുന്നു എന്നത്. ഇതുവരെ നമ്മൾ അത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ അത്രത്തോളം കണ്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം എല്ലാവർക്കും ബോധ്യം വരുന്നുണ്ട്. ശ്രീ ചെന്നിത്തല സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചത് അതും സ്വാഗതാർഹമാണ്. അദ്ദേഹം നടത്തുന്ന ചില പ്രവർത്തനങ്ങളുടെ ഞാൻ അതിനെയും അഭിനന്ദിച്ചിരുന്നു. അതിലൊന്നും ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അദ്ദേഹം വാക്കത്തോണും ഒക്കെ ആയിട്ട് ബോധവൽക്കരണത്തിന് നടത്തുന്ന ചില ശ്രമങ്ങളുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടായിട്ടും ഈ കാര്യത്തിൽ നിരന്തരമായിട്ട് ഒരു ഇടർച്ചയുമില്ലാതെ ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തേണ്ടതാണ്. ആര് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താലും അത് അഭിനന്ദനാർഹവുമാണ്. വളരെ നന്ദി മിനിസ്റ്റർ MP രാജേഷ് സംസാരിച്ചതിന്. എന്തായാലും അദ്ദേഹം സൂചിപ്പിക്കുന്നത് പോലെ ഇത്തരം ഏതുതരം നിർദ്ദേശങ്ങളെയും ഏതുതരം വെളിപ്പെടുത്തലുകളും സർക്കാർ ഏറ്റെടുക്കും, ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. ന്യൂസ് 8ന്റെ കണ്ടെത്തലിനെ അദ്ദേഹവും അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങളും ഇതൊരു മാധ്യമ ദൗത്യമാണ് ഞങ്ങളെ സംബന്ധിച്ചും തീർച്ചയായിട്ടും. കാരണം സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തുകൊണ്ട് അതിൻ്റെ വെല്ലുവിളികൾ സൂചിപ്പിക്കുന്ന ക്യാമ്പയിനുകളും ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി നടത്തി വരികയാണ്. വരുന്ന ഈ മാസത്തിൻ്റെ 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ കോട്ടയത്ത് സമാനമായൊരു പരിപാടി ന്യൂസ് 8 സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ലഹരിയാണ് നമ്മുടെ ലഹരി വിരുദ്ധ പ്രഖ്യാപനമാണ് നമ്മുടെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യങ്ങളുമായി മാധ്യമ സ്ഥാപനങ്ങളാവട്ടെ, സർക്കാരുകളാവട്ടെ, രാഷ്ട്രീയ പാർട്ടികളാവട്ടെ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്നൊരു പൊതു കാലഘട്ടത്തിലാണ് നമ്മൾ. അതെല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട് എന്നത് വളരെ ശുഭപ്രതീക്ഷ നൽകുന്നു. ഫിലിപ്പ് മമ്പാട് തുടരുന്നുണ്ട്. ശ്രീ ഫിലിപ്പ് മമ്പാട്, താങ്കൾ കേട്ട് കാണും മന്ത്രിയുടെ വാക്കുകൾ. മന്ത്രി ശുഭസൂചകമാണ്. അദ്ദേഹം ഇത്തരം സാഹചര്യങ്ങളെല്ലാം ഏറ്റെടുക്കുകയാണ്. ആ പ്രവർത്തനങ്ങളും ഈ വെളിപ്പെടുത്തലുകളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്കൊരു പക്ഷേ ഈ ആലപ്പുഴയിലെ അമ്മയുടെ വെളിപ്പെടുത്തൽ അതൊരു സൂചകമാണ്. കാരണം എൻ്റെ മകൻ ഉപയോഗിച്ചിരുന്നു, അവന് തിരിച്ചു വരണം, ഞങ്ങൾക്ക് തിരിച്ചു വരണം, അതിന് നിയമ സംവിധാനങ്ങളുടെ സഹായം വേണം, സർക്കാർ സംവിധാനങ്ങളുടെ സഹായം വേണമെന്ന് ആ അമ്മ ഏറ്റു പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഇത്തരം സൂചനകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്നവർക്ക് നിയമസഹായം ആവശ്യമാണ്, സംരക്ഷണം ആവശ്യമാണ്. അങ്ങനെ കൂടി നമ്മൾ മാറേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അമ്മയെ അല്ലാതെ ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞ പോലെ ഇതിനകത്ത് പങ്കെടുക്കുന്ന നിങ്ങളടക്കം, ന്യൂസ് 8 അടക്കം എല്ലാവരും ഇതിനകത്തുനിന്ന് ഒരു മനസ്സോടു കൂടിയാണ് മുൻപോട്ട് പോകുന്നത്. ഇതോടൊപ്പം ഞാൻ സൈത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. ശരിക്കും സത്യനാട് ആദ്യം പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് നമ്മൾ പിടികൂടുന്നുണ്ട്, കഞ്ചാവും മയക്കുമരുന്നൊക്കെ. ഇത് പിടികൂടുമ്പോൾ നിയമത്തിന്റെ പഴുതിലൂടെ പല ഡിക്റ്റേഷൻ നന്നായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട്. ഓരോ പോലീസും നിങ്ങൾ ഡാറ്റ എടുത്ത് നോക്കിയാൽ മതി. ഒരു വലിയ ക്വാണ്ടിറ്റി ഈ ലഹരി പദാർത്ഥങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിക്കുന്നു, അത് ഡിസ്പോസ് ചെയ്യുന്നു, അതായത് കൺസേൺഡ് ഏജൻസി വഴി. പക്ഷേ ഇതിലെ ഡിക്റ്റേഷൻ ശരിയായി നടക്കുന്നു, പക്ഷെ കൺവെൻഷൻ നടക്കുന്നില്ല, ശിക്ഷ നടക്കുന്നില്ല. കാരണം എന്താ? ഒരു സ്വതന്ത്ര സാക്ഷി പലപ്പോഴും വിസ്താരവേളയിൽ കൂറുമാറപ്പെടുന്നുണ്ട്, അവരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഈ സാക്ഷി എന്ന് പറയുന്നത് പൊതുജനങ്ങളാണ്. എത്രമാത്രം അവയർനെസ്സുകളും ബോധവൽക്കരണങ്ങളും ഇപ്പൊ മീഡിയകളെല്ലാം ക്യാമ്പയിനുകളും കൺവെൻഷൻ സെമിനാറുകളും ഈ ഫുട്ബോൾ മത്സരങ്ങളും മനുഷ്യച്ചങ്ങളും എല്ലാം ലഹരിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുക. ഇപ്പം 2 അമ്മമാരെ ബലി കൊടുക്കേണ്ടി വന്നില്ലേ? 10-25 അമ്മമാർ മരിച്ച ഒരു സാക്ഷര കേരളമാണ്. അവസാനം